നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം വെല്ലുവിളി നേരിടുന്ന ഒരു വിഷയമാണ് സൈബർ തട്ടിപ്പ്. നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള അതുമല്ലെങ്കിൽ നാം ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ ഇരയാകേണ്ടി വരുന്ന ഒന്നാണ് സൈബർ തട്ടിപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കണം. പറഞ്ഞു വരുന്നത്, സൈബർ തട്ടിപ്പ് നടത്തി ആളുകളെ കബളിപ്പിച്ച് നടന്ന വലിയ ഒരു അന്താരാഷ്ട്ര സംഘം ഒടുവിൽ പിടിയിലായിരിക്കുകയാണ്. ഈ തട്ടിപ്പ് സംഘത്തെ കുടുക്കിയിരിക്കുന്നത് CBIയുടെ ഓപ്പറേഷൻ ചക്ര 5 ആണ്. സംഘടിത സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള CBIയുടെ ഓപ്പറേഷൻ ചക്ര 5 എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. വ്യാജ വായ്പാ അപേക്ഷകൾ, കള്ള നിക്ഷേപ പദ്ധതികൾ, പാർട്ട് ടൈം ജോലി വാഗ്ദാനങ്ങൾ, നിയമവിരുദ്ധ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇവർ ആളുകളെ കബളിപ്പിച്ചത്. ഈ തട്ടിപ്പിന് പിന്നിൽ 4 വിദേശികളും 111 വ്യാജ കമ്പനികളും പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിവരം. 3 പ്രധാന പ്രതികളെ നേരത്തെ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പോൺസി പദ്ധതികളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതികളും ഇവർ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 4 വിദേശികൾ ഉൾപ്പെടെ 11 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം നൽകിയത്. വിശദമായുള്ള അന്വേഷണത്തിലാണ് ഒരേപോലെയുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ, പണമിടപാട് രീതികൾ, പേയ്മെന്റ് ഗേറ്റ്വേകൾ, ഡിജിറ്റൽ അടയാളങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വലിയ ശൃംഖലയാണ് ഇതെന്ന് കണ്ടെത്തിയത്. തട്ടിപ്പുകാർ ഗൂഗിൾ പരസ്യങ്ങൾ, SMS ക്യാമ്പയിനുകൾ, ക്ലൗഡ് സെർവറുകൾ, ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയിലൂടെയാണ് തട്ടിപ്പ് നടത്തിയത്. 111 വ്യാജ കമ്പനികളാണ് ഈ തട്ടിപ്പിന്റെ കേന്ദ്രവും. വ്യാജ ഡയറക്ടർമാർ, കള്ളരേഖകൾ, വ്യാജ വിലാസങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഇവ ഉണ്ടാക്കിയത്. 100 കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ വഴി 1000 കോടി രൂപയിലധികം കൈമാറ്റം ചെയ്യപ്പെട്ടതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു അക്കൗണ്ടിൽ മാത്രം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 152 കോടിയാണ് ലഭിച്ചത്. കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഹരിയാന എന്നിവിടങ്ങളിലെ 27 സ്ഥലങ്ങളിൽ CBI റെയ്ഡ് നടത്തി. വിദേശ പൗരന്മാർ വിദേശത്തിരുന്ന് നേരിട്ടാണ് തട്ടിപ്പ് നിയന്ത്രിച്ചിരുന്നു എന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. 2025 ഓഗസ്റ്റ് വരെ വിദേശത്ത് നിന്നും UPI ID സജീവമായിരുന്നു. സൗ ഇ, ഹുവാലിൻ ലിയു, വെജിയാൻ ലിയു, ഹുവാൻ ഹ്യു വാങ് എന്നിവരാണ് വിദേശത്ത് നിന്ന് തട്ടിപ്പ് നിയന്ത്രിച്ച പ്രധാനികൾ. എന്തായാലും ഇക്കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: സൈബർ തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ നാളെ നമ്മളും അതിൽ ചെന്ന് വീഴാം. അപ്പോ സൈബർ തട്ടിപ്പിനെ കുറിച്ച് എന്തായാലും ജാഗരൂകരായി ഇരിക്കുക എന്നതാണ്.